ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഓർത്ത് ദൈവമേ ഒന്നും നടക്കുന്നില്ലല്ലോ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, വീട് വയ്ക്കാൻ പറ്റുന്നില്ല, എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഠനം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, ഞാൻ പരാജയമാണ്. നമ്മൾ നീ ഒരു പരാജയം, ലോക പരാജയം നോക്കി നമ്മളെ കളിയാക്കുന്നവരുണ്ട്, നമ്മളെ വേദനിപ്പിക്കുന്നവരും. ഒരു പക്ഷേ മാതാപിതാക്കന്മാർ തന്നെ മക്കളെക്കുറിച്ച് അങ്ങനെ പറയും, ഇവൻ പരാജയനാശി, ഇവനൊന്നും കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മുദ്ര കുത്തി വിഷമിച്ച് വേദനിച്ചിരിക്കുന്ന വ്യക്തിയാണോ? സങ്കീർത്തനകാരൻ പറയുകയാണ് 37:9 പറയുന്നു, എന്തെന്നാൽ ദുഷ്ടർ ഒടുങ്ങിപ്പോകും, കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭൂമിയെ അവകാശം അനുഭവിക്കും. നിനക്ക് ഈ ഭൂമിയെ അവകാശമായി തന്നത് ദൈവമാണെങ്കിൽ അത് നീ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ദൈവം പറയാം. അതുകൊണ്ട് ദുഷ്ടൻ അങ്ങനെയാണ്. ദുഷ്ടൻ അവൻ വളർന്നു, അല്ലെങ്കിൽ അവൻ അനീതി പ്രവർത്തിക്കുന്നു എല്ലാം ഉണ്ട് എന്ന് നീ ചിന്തിക്കണം. അവനെല്ലാം ഒടുങ്ങിപ്പോവും, അവനെല്ലാം ഇല്ലാതായിത്തീരും, ഒടുങ്ങിപ്പോൾ ഇല്ലാതായിത്തീരും. ആര് ഭൂമി അവകാശമാക്കും? കർത്താവിൽ ആശ്രയിക്കുന്നവർ. നീ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ? ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആ സമയത്ത് നീ ഈ ഭൂമിയെ അവകാശമാക്കും. ദാവീദ് അങ്ങനെയായിരുന്നു. എല്ലാവരും മാറ്റുന്നത്, ആട്ടിടയനാണ്, സ്വന്തം അപ്പൻ പോലും മാറ്റിവെച്ചതാണ്. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അവനെ രാജാവായി ദൈവം ഉയർത്തിയ പോലെ നിന്നെയും ഒരു കാലത്ത് രാജാവായി ദൈവം ഉയർത്തുവാൻ, അവനിൽ ആശ്രയിക്കുന്ന നല്ല വ്യക്തിത്വമായി മാറുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധ്യമാകട്ടെ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.